रामकृष्ण मिशन हायर सेकेंडरी विद्यालयस्य परमहंसं संस्कृत कौन्सिल् सभायाः उद्घाटनम् अद्य भविष्यति। प्रथमं तावत् रङ्गपूजा अवतारयति अनुश्री। गजाननं भूत गणादि सेवितं कपित्तजम्बू फलसार भक्षितम् उमासुतं शोक विनाशकारणं नमामि विघ्नेश्वर पाद पंकजम्। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा। नमस्ते। रामकृष्ण मिशन हायर सेकेंडरी विद्यालयस्य परमहंसं संस्कृत कौन्सिल् सभायाः उद्घाटनवेला अत्र भवति। उद्घाटनार्थम् आगतवन्तः भवति निबिन् उन्नि महोदयः। अध्यक्षपदवीम् अलङ्करोति अस्माकं विद्यालयस्य मैनेजर् नरसिंहानन्द स्वामीजी महाराजः। मुख्यप्रभाषणार्थम् आगतवन्तः भवति नितीश गोपी महोदयः। आशंसार्थम् आगतवन्तः भवति प्रसाद मास्टर, अस्माकं प्रधानाध्यापकः मधु मास्टर। सर्वेषां कृते मम हार्दिक नमस्कारः। നമ്മുടെ സംസ്കൃത ക്ലബിന്റെ ഉദ്ഘാടനം ഇപ്പോൾ നടക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ സ്വാമിജി നമുക്ക് വളരെ നല്ല രീതിയിൽ സംസ്കൃതത്തെക്കുറിച്ചും സംസ്കൃത ഭാഷയുടെ ഔന്നത്യത്തെക്കുറിച്ചും പറഞ്ഞു തരുന്നതാണ്. അദ്ദേഹത്തെ ഈ സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഉദ്ഘാടനത്തിന് വന്നത് പ്രശസ്ത നടനും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള നിബിൻ ഉണ്ണിയാണ്. മലയാള സിനിമ ലോകത്ത് പാദമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു മഹോദയനാണ് നിബിൻ ഉണ്ണി. അദ്ദേഹത്തെ ഈ ഉദ്ഘാടനത്തിനായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രതികൃതി എന്ന സംസ്കൃത സിനിമയുടെ സംവിധായകനായ നിതീഷ് ഗോപി സാറാണ് നമുക്ക് മുഖ്യപ്രഭാഷണം തന്ന് അനുഗ്രഹിക്കുന്നത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പ്രതികൃതിയിലെ നടനായിട്ടുള്ള പ്രസാദ് സാറ് നമുക്ക് ആശംസയ്ക്കായിട്ട് വന്നു ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രധാന അധ്യാപകനായ മധു മാസ്റ്ററെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട് ശ്രീരാമകൃഷ്ണ മിഷൻ അധ്യക്ഷ ശ്രീമദ്
നരസിംഹാനന്ദ സ്വാമിജി അധ്യക്ഷ പ്രഭാഷണം കരോതി. എല്ലാവർക്കും എൻ്റെ ഹാർദമായ നമസ്കാരം. രാമകൃഷ്ണ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സംസ്കൃത ഗ്രൂപ്പ്, സംസ്കൃത ക്ലബിൻ്റെ ഉദ്ഘാടനമാണ്. അതിൻ്റെ വിജയമായ പ്രവർത്തനത്തിന് എൻ്റെ ആശംസകൾ. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, സംസ്കൃതം നമ്മളെല്ലാവരും പഠിക്കണം, പഠിച്ചിരിക്കണം, അത് മനസ്സിലാക്കി അതിനെ ഉപയോഗിച്ച് സംസ്കൃത ഗ്രന്ഥങ്ങളെ വായിച്ച് അതിൻ്റെ പ്രവർത്തനം കൂടുതലാക്കണമെന്ന്. അതിൻ്റെ കാരണം സ്വാമിജി പറഞ്ഞു, സംസ്കൃതത്തിൽ നമുക്ക് ഒരു അഭിമാനം കിട്ടുന്നുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞത് പ്രസ്റ്റീജ് നമുക്ക് കിട്ടുന്നുണ്ട്, പ്രൈഡ്, ഗൗരവം നമുക്ക് കിട്ടുന്നുണ്ട് എന്നാണ്. സംസ്കൃതി കൊടുക്കുന്ന ഭാഷയാണ് സംസ്കൃതം. നമുക്ക് സംസ്കാരം കൊടുക്കുന്ന ഭാഷയാണ് സംസ്കൃതം. ആ സംസ്കൃതത്തിന് വേറൊരു അർത്ഥം റിഫൈൻമെൻറ്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കുമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനും മേന്മയായ വലിയ മഹത്തായ കാര്യങ്ങളെ മനസ്സിലാക്കാനും നമുക്ക് ഉതകുന്ന ഭാഷയാണ് സംസ്കൃതം. ആ സംസ്കൃതം നമ്മൾ പഠിച്ചിരിക്കണം. സംസ്കൃതത്തിനെ പ്രത്യേക ഒരു മതത്തിൻ്റെ ഭാഷയായിട്ടോ പ്രത്യേക ഒരു രാജ്യത്തിൻ്റെ ഭാഷയായിട്ടോ അല്ലെങ്കിൽ പ്രത്യേക ചുരുക്കം ചില ആൾക്കാരുടെ ഭാഷയായിട്ടോ കാണുന്നത് വളരെ ചെറിയ ഒരു മനസ്സിൻ്റെ അവസ്ഥയിലാണ് കാണിക്കുന്നത്. അങ്ങനെയല്ല സംസ്കൃതം. ഇന്ന് പല സർവകലാശാലകളും ലോകത്തിൽ അറിയപ്പെടുന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംസ്കൃതത്തിൻ്റെ ഗൗരവത്തിനെക്കുറിച്ച്, സംസ്കൃതത്തിൻ്റെ സ്വാധീനത്തിനെക്കുറിച്ച് സ്വീകരിച്ച് തുടങ്ങിയിരിക്കുന്നു. ഓൺലൈനിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും, ഓക്സ്ഫോർഡ് ഓൺലൈൻ ഡിക്ഷണറീസ്, അതിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഏതെങ്കിലും ഒരു വാക്കിനെ അവിടെ അടിച്ചാൽ അതിൻ്റെ മൂലം സംസ്കൃതത്തിൽ നിന്നാണ് എന്ന് അവരവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഉദാഹരണത്തിന് മദർ, പാറ്റർണൽ എന്നുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഈ വാക്കുകളൊക്കെ എല്ലാം വന്നിരിക്കുന്നത് സംസ്കൃതത്തിൽ നിന്നാണ്. വ്യാകരണത്തിന് നോക്കിയാൽ സംസ്കൃതത്തിലാണ് അത്രയും വ്യക്തമായ ഘടന ഉള്ള വ്യാകരണമുള്ളത്. ആ വ്യാകരണത്തിൽ അപവാദങ്ങൾ പോലും വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സംസ്കൃത ഭാഷ ശരിക്കും കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ ഏറ്റവും യോജിക്കുന്ന ഭാഷയാണെന്ന് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ആൾക്കാർ കണ്ടെത്തിയിരിക്കുന്നു. സംസ്കൃതം അതുകൊണ്ട് നമുക്ക് വളരെ വളരെ ഗുണം തരുന്ന, വളരെ വളരെ ഇന്നത്തെ സാങ്കേതിക സാഹചര്യത്തിൽ പ്രസക്തമായുള്ള ഭാഷയും കൂടിയാണ്. പക്ഷേ സംസ്കൃതം നമ്മൾ പഠിക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല. അത് വല്ലാത്തൊരു തെറ്റിദ്ധാരണയാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? നമ്മുടെ രാജ്യത്തിലുള്ള ഭൂരിപക്ഷം ഭാഷകളിലും കുറേ വാക്കുകൾ സംസ്കൃതത്തിൽ നിന്നാണ്. മാത്രമല്ല കേരളത്തിൽ, നമ്മുടെ മലയാളത്തിൽ കുറേ വാക്കുകൾ സംസ്കൃത വാക്കുകളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു മലയാളിക്ക്, മാതൃഭാഷ മലയാളമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സംസ്കൃതം പഠിക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല, മാത്രമല്ല വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സംസ്കൃതത്തിനെ പഠിക്കാതെ മറ്റ് വായിൽ കടിച്ചു പൊട്ടിച്ച് വരാതെ വാക്കുകൾ ഉള്ള മറ്റ് രാജ്യങ്ങളിലെ ചില ഭാഷകൾ പഠിക്കാൻ ശ്രമിക്കുന്നത്? കാരണം നമ്മുടെ മനസ്സിലുള്ള ഒരു ധാരണയാണ് സംസ്കൃതം പഴഞ്ഞൻ ഭാഷയാണ്, അത് മരിച്ചു പോയിരിക്കുന്ന ഒരു മൃതഭാഷയാണ് എന്നും അതിന് ഇന്ന് പ്രസക്തി ഒന്നും ഇല്ല എന്നുള്ള ധാരണയാണ് ഇതിന് കാരണം. പക്ഷേ ഇന്നും അതിന് പ്രസക്തിയുണ്ട്. വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, ഒരു രാജ്യം, ഒരു ദേശം, ഒരു സംസ്കാരം നന്നാവണമെങ്കിൽ അവരുടെ ഭൂതകാലം എന്താണ്, കഴിഞ്ഞ കാലം എന്താണ് എന്നവർ അറിഞ്ഞിരിക്കണം. എന്നാലേ അവരുടെ ഭാവി അതിനേക്കാളും സമൃദ്ധമായി നല്ല രീതിയിൽ വളരാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭൂതകാലം എന്തായിരുന്നു എന്നുള്ളത് അറിയാൻ നമ്മുടെ അടുത്തുള്ള രേഖകൾ, നമ്മുടെ അടുത്തുള്ള മഹത് ഗ്രന്ഥങ്ങൾ, അതിൽ ഭൂരിപക്ഷവും സംസ്കൃതത്തിലാണ് രചിച്ചിരിക്കുന്നത്. അത് വായിക്കാനും അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാനും നമുക്ക് സംസ്കൃത ഭാഷേൻ്റെ വ്യാവഹാരികമായ പ്രായോഗികമായ അറിവ് വളരെ വളരെ ആവശ്യമാണ്.
സംസ്കൃത ഭാഷ തു അതീവ സരള. സംസ്കൃത ഭാഷ വളരെ സരളമായ ലളിതമായ ഭാഷയാണ്. ആ ഭാഷയിൽ കാവ്യങ്ങളും കവിതകളും സ്തോത്രങ്ങളും പ്രാർത്ഥനകളും ഗ്രന്ഥങ്ങളും ഉപന്യാസങ്ങളും എന്നങ്ങനെ തുടങ്ങി പല പല മഹത് ഗ്രന്ഥങ്ങളുണ്ട്. അത് നമ്മൾ വായിക്കാം. ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഹാരി പോട്ടർ പറഞ്ഞു കൊടുക്കുന്നു, അതുപോലെ തന്നെ ഡോറാമോൺ പറഞ്ഞു കൊടുക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ അവെഞ്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ തീരെ നമ്മുടെ സംസ്കാരത്തോട് ഒരു യോജിപ്പുമില്ലാതെ, ഒരു വിധത്തിലും യോജിക്കാതെ, ഒരു ബന്ധവുമില്ലാതെ പല കഥകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അതേ സമയത്തിൽ പഞ്ചതന്ത്രമോ ഹിതോപദേശമോ എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല? വേതാല വിംശതിയോ എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല? ഈ കഥകളൊക്കെ നമ്മുടെ സംസ്കാരത്തോട് യോജിക്കുന്ന, നമ്മുടെ സംസ്കാരത്തിൽ തന്നെ പിറന്ന കഥകളാണ്. അതുകൊണ്ട് സംസ്കൃതത്തിന് വളരെ അധികം പ്രസക്തിയുണ്ട്. മാത്രമല്ല സംസ്കൃത ഭാഷ പഠിച്ചാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് ഏത് ഭാഷയും പഠിക്കാൻ എളുപ്പമാകും. നിങ്ങൾക്കറിയോ, പോളിഷ് ഭാഷയിൽ 6 എന്നുള്ള അക്കത്തിന് ഷൈഷ് എന്നാണ് അർത്ഥമെന്ന്, അതിൻ്റെ വാക്കെന്ന്. അപ്പോൾ ഷഷ്ഠ എന്നുള്ളതാണ് സംസ്കൃതത്തിൽ 6ന് വാക്ക്. അവിടെ ആ വാക്ക് തന്നെയാണ് അവിടെ പോളിഷ് ഭാഷയിലും ഉപയോഗിച്ചിരിക്കുന്നത്, ഷൈഷ് എന്ന്. അവിടെ തന്നെയാണ് വരുന്നത്. അതുപോലെ ദ്വാ എന്നാണ് 2ന് പോളിഷ് ഭാഷയിൽ വാക്ക്. സംസ്കൃതത്തിൽ ദ്വി എന്നാണ്. അപ്പോൾ സംസ്കൃതത്തിൻ്റെ കുറേ വാക്കുകൾ ആഗോളം എല്ലാ ഭാഷകളിലും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അത് അത്രയ്ക്കും അധികം സ്വാധീനിച്ചിരിക്കുന്ന ഒരു ഭാഷയാണെന്ന്. അതുകൊണ്ട് തന്നെ സംസ്കൃതം നമ്മൾ വായിച്ചാൽ, സംസ്കൃതം നമ്മൾ പഠിച്ചാൽ നമുക്ക് ഭാരത ഭാഷകൾ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ ഭാഷകളെയും ലളിതമായി മനസ്സിലാക്കാനും പഠിക്കാനും നല്ല ഗുണം ചെയ്യും സംസ്കൃത ഭാഷേൻ്റെ അറിവ്. ന്യൂറോളജിസ്റ്റ് പറയുന്നു, ഒരു വ്യക്തി, ആ വ്യക്തിൻ്റെ മസ്തിഷ്കം, തലച്ചോറ് നല്ലോണം പ്രവർത്തിക്കണമെങ്കിൽ പുതിയ ഭാഷകൾ പഠിക്കണം. അൽസൈമർസ്, ഡെമെൻഷ്യ എന്നുള്ള കൊടൂര രോഗങ്ങൾ വരാതിരിക്കാൻ, അങ്ങനത്തെ ദുരിതങ്ങളിൽ നമ്മൾ കുടുങ്ങാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പുതിയ ഭാഷകൾ പഠിക്കണം. അങ്ങനെ ഭാഷകൾ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ അൽസൈമർസ് അല്ലെങ്കിൽ ഡിമെൻഷ്യ ഇങ്ങനത്തെ രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ന്യൂറോളജിസ്റ്റ്സ് പറയുന്നത്. അതുകൊണ്ടും തന്നെ സംസ്കൃതം നമ്മൾ വായിച്ചിരിക്കണം. വേറൊരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഭാരത സർക്കാർ, അത് കേന്ദ്ര സർക്കാരായാലും ശരി സംസ്ഥാന സർക്കാരുകളായാലും ശരി, ആ സർക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളുടെ മുദ്രാവാക്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എല്ലാ സ്ഥലത്തും തന്നെ സംസ്കൃതത്തിലാണ് ഉള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം സ്വാമിജി പറഞ്ഞല്ലോ, സാൻസ്ക്രിറ്റ് ബ്രിങ്സ് പ്രസ്റ്റീജ്, സാൻസ്ക്രിറ്റ് ബ്രിങ്സ് കൾച്ചർ, സംസ്കൃതി ദദാതി ഇതി സംസ്കൃത. അപ്പോൾ സംസ്കൃതം, ഈ സംസ്കൃത ഭാഷ, അത് നമുക്ക് ഒരു ഗർവവും അഭിമാനവും കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ IIT ഖരഗ്പൂരിൻ്റെ മുദ്രാവാക്യമാണ് യോഗ കർമ്മസു കൗശലം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ മുദ്രാവാക്യമാണ് യോഗക്ഷേമം വഹാമ്യഹം. എന്നിങ്ങനെ പല കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളുടെയും സ്ഥാപനങ്ങളുടെ മുദ്രാവാക്യങ്ങൾ എല്ലാം സംസ്കൃതത്തിലാണ്. നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തിൽ പല കാര്യങ്ങളും സംസ്കൃത ഭാഷയിലാണ് നമുക്ക് പറയുന്നത്. അതിൻ്റെ ഉള്ള അർത്ഥങ്ങൾ, ആ ആചാരങ്ങളുടെയൊക്കെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഈ ഭാഷ പഠിച്ചിരിക്കണം. നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത്, ഏത് സംസ്കാരത്തിലാണോ നമ്മൾ ജനിച്ചത്, ഏത് സംസ്കാരത്തിലാണോ വളർന്നു വരുന്നത്, അതിനെ നല്ലോണം മനസ്സിലാക്കാൻ നമ്മൾ ഈ ഭാഷ പഠിച്ചിരിക്കണം. അതുകൊണ്ട് ഈ ക്ലബ്ബ് നല്ല വിജയം നേടട്ടെ എന്ന് മാത്രമല്ല, നമുക്ക് ഈ വിദ്യാലയത്തിൽ നിന്ന് സംസ്കൃത ഭാഷ പഠിക്കാൻ കൂടുതൽ വിദ്യാർത്ഥികൾ ആഗ്രഹം കാണിക്കട്ടെ. ഈ ഭാഷ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പ്രത്യേക മതത്തിനോട് ബന്ധമുള്ള ഭാഷയല്ല. എല്ലാവർക്കും സംസ്കൃതം പഠിക്കാം. നമുക്കൊക്കെ എല്ലാവർക്കും പല കാര്യങ്ങൾ മനസ്സിലാക്കാം. ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആനോ ഭദ്രാഹ കർത്തവോ യന്തു വിശ്വതഃ, നല്ല നല്ല ചിന്തകൾ ലോകത്തിൽ നിന്ന് എല്ലാ ദിക്കുകളിൽ നിന്നും നമ്മുടെ അടുത്ത് എത്തിച്ചേരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സംസ്കൃതം നമ്മുടെ സ്കൂളിൽ എല്ലാവരും പഠിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ ക്ലബ്ബ് നല്ലോണം വിജയിക്കട്ടെ, പല പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഞാൻ വിരമിക്കുന്നു.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു. പ്രശസ്ത ചലച്ചിത്ര അഭിനേത നിബിൻ ഉണ്ണി മഹോദയ ഉദ്ഘാടനം കരോതി. നമസ്കാരം, എൻ്റെ പേര് നിപിൻ ഉണ്ണി, തിയേറ്റർ ആർട്ടിസ്റ്റാണ്. രാമകൃഷ്ണ മിഷൻ HSS കോഴിക്കോട് പരമഹംസ സംസ്കൃത കൗൺസിലിൻ്റെ ഉദ്ഘാടനത്തിനായി എന്നെ ക്ഷണിച്ചതിൽ സംസ്കൃത പ്രേമികൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയങ്കരനായുള്ള സുധീർ സാറിനും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. സംസ്കൃത നാടകരംഗത്ത് 13 വർഷമായി സജീവ സാന്നിധ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന് പറയുന്ന പോലെ നമ്മളെ കൊണ്ടാവുന്ന വിധം സംസ്കൃത ഭാഷയെ വളർത്തുന്നതിനായി നാം ഓരോരുത്തരും പ്രയത്നിക്കേണ്ടതാണ്. ഈയിടെ അടുത്ത് ചിത്രീകരിച്ച സംസ്കൃത സിനിമ പ്രതികൃതി ഒരുവിധം സംസ്കൃത പ്രേമികൾ എല്ലാവരും അറിഞ്ഞിരിക്കുമെന്ന് വിചാരിക്കുന്നു. ദേവലാൽ പ്രൊഡക്ഷന്റെ ബാനറിൽ നിതീഷ് ഗോപി സംവിധാനം ചെയ്യുന്ന പ്രതികൃതി എന്ന സിനിമയിൽ ആദിത്യൻ എന്ന് പറയുന്ന നായകന്റെ കഥാപാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. തികച്ചും ഒരു കമേഴ്ഷ്യൽ സിനിമ തന്നെയാണ്. ലോകത്തിലെ ആദ്യത്തെ കമേഴ്ഷ്യൽ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ സംസ്കൃത കമേഴ്ഷ്യൽ സിനിമ. തീർച്ചയായും നിങ്ങളെല്ലാവരും അത് ഇറങ്ങുമ്പോൾ കാണണം. ലോക്ക്ഡൗണിൻ്റെ ഈ ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിൽ തിയേറ്ററുകൾ ഓപ്പൺ ആവാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ഈ സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. സംസ്കൃത സിനിമയുടെ ക്ലാസിക്കൽ ടച്ചുകളിൽ ഒട്ടും തന്നെ കലരാത്ത തികച്ചും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ കമേഴ്ഷ്യൽ രീതിയിലാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. എല്ലാവരും, എല്ലാ സംസ്കൃത പ്രേമികളും തീർച്ചയായും ഈ സിനിമ കണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഈ ചടങ്ങിലേക്ക്, ഈ ഉദ്ഘാടനത്തിനായി എന്നെ ക്ഷണിച്ച സുധീർ സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. സംസ്കൃത കൗൺസിലിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. മുഖ്യ പ്രഭാഷണം ഡോക്ടർ നിതീഷ് ഗോപി കരോതി. മാന്യാः അധ്യാപകാः, ഇഷ്ടാः വരിഷ്ഠാः ബാന്ധവാः, मे प्रयांसः छात्राः, सर्वेभ्यः नमस्कारः. अक्षरं देवसङ्गीतम् अक्षरी देववल्लभः, यश्च ब्रूदे देववाणीं സുകൃതി സശ്ച ഭാഗ്യവാൻ. അക്ഷരം, എല്ലാ ഭാഷകളിലും അക്ഷരങ്ങളുണ്ട് അല്ലേ? ഈ അക്ഷരങ്ങൾ ദേവസംഗീതമാണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഒരിക്കലും നശിക്കാത്തവയാണ് അക്ഷരങ്ങൾ അല്ലേ? നക്ഷരം, അക്ഷരം. അക്ഷരീ ദേവവല്ലഭ. ഈ അക്ഷരങ്ങൾ അറിയാവുന്നവർ ദേവന്മാർക്ക് പ്രിയപ്പെട്ടവരാണ്. യശ്ച ബ്രൂതേ ദേവവാണിയും. ആരാണോ ദേവഭാഷയായ സംസ്കൃതത്തെ പറയുന്നത് അല്ലെങ്കിൽ സംസ്കൃതം സംസാരിക്കുന്നത്, സുകൃതി സശ്ച ഭാഗ്യവാൻ. അവൻ സുകൃതം ചെയ്തവനാണ്, പുണ്യം ചെയ്തവനാണ്, ഭാഗ്യവാനാണ്. നമ്മളൊക്കെ ആ സംസ്കൃത ഭാഷയെ അറിയാനും പഠിക്കാനും സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുന്നവരാണ്. എന്തോ ഒരു പുണ്യത്തിൻ്റെ അംശം നമ്മളിലുണ്ട്. അപ്പോൾ നമ്മളും സുകൃതികളാണ്, ഭാഗ്യവാന്മാരാണ്. ഒരു ജോലി നേടാനുള്ള ഓട്ടത്തിലാണ് ഇന്നത്തെ തലമുറ മുഴുവൻ അല്ലേ? അതിനു വേണ്ടിയിട്ടുള്ള തെരച്ചിലും അതിനു വേണ്ടിയിട്ടുള്ള പഠിപ്പൊക്കെയാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസം തന്നെ തൊഴിലധിഷ്ഠിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പണ്ടൊക്കെ മൂല്യാധിഷ്ഠിതമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അതിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ചില കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ടതായ ചില കർത്തവ്യങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് സംസ്കൃത ഭാഷയിലുള്ള തത്വങ്ങൾ. നല്ല നല്ല സുഭാഷിതങ്ങൾ, മൂല്യമുള്ളതായിരിക്കുന്ന കഥകൾ, ഇതൊക്കെയാണ് നമ്മൾ സ്കൂൾ തലത്തിലൊക്കെ പഠിക്കുന്നത്. സംസ്കൃതം സംസാരിക്കുന്ന ഗ്രാമങ്ങളുണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ കേരളത്തിലും സംസ്കൃതം സംസാരിക്കുന്ന കുടുംബങ്ങളുണ്ട്. എത്രയോ കുടുംബങ്ങളിൽ അല്ലേ സംസ്കൃതം മാത്രം സംസാരിക്കുന്നു. ചെറിയ കുട്ടികൾ വളരെ നിസ്സാരമായിട്ട് അല്ലേ അനായാസം സംസ്കൃതം സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹം സംസ്കൃതത്തെ ഒരു ഭാഷ എന്നതിനേക്കാളും ഒരു വലിയ മഹത്വമുള്ള എന്തോ ഒരു സംഭവമാക്കിയിട്ട് ഷോക്കേസിൽ ഇങ്ങനെ എടുത്തു വച്ചിരിക്കുകയാണ്. ഉപയോഗിക്കുന്നേ ഇല്ല, കാണാനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്.
സംസ്കൃതം എല്ലാ ഭാഷയും പോലെ ഒരു സാധാരണ ഭാഷയാണ്. ആ ഭാഷയിൽ ഒരുപാട് വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. ഒരു സാധാരണ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെ ചെയ്യണം എന്നത് തൊട്ട് ഒരു രാഷ്ട്രം എങ്ങനെ സമ്പന്നമാക്കണം, സുരക്ഷിതമാക്കണം, അല്ലേ, എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ എങ്ങനെ നേരിടണം, ആത്യന്തികമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, നമ്മൾ എന്താണ് നേടേണ്ടത്, ഇത്തരത്തിലുള്ള വലിയ വലിയ കാര്യങ്ങളും സംസ്കൃതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഭാഷയുടെ ഒരു വശം, ഒരു തലം. മറ്റൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മലയാളം പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പോലെ ഒരു ഭാഷയായിട്ട് ആശയവിനിമയത്തിനായിട്ട് സംസ്കൃതത്തെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു സംസ്കൃതം സംസാരിക്കുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ. ഇന്നത്തെ കാലത്ത്, അതായത് ഈ ആധുനിക കാലത്ത് സംസ്കൃതത്തിൻ്റെ പ്രൗഢി വളരെ കൂടി വരികയാണ്. എന്താ അത്? പഴയതിനൊക്കെ നമ്മളിപ്പോൾ വിലയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ നമ്മുടെ ഇന്നത്തെ കാലഘട്ടം. അതുകൊണ്ട് തന്നെ എല്ലാ ടെക്നോളജിയിലും സംസ്കൃത ഭാഷയുടെ പങ്കാളിത്തം വളരെ വലുതാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോ ഗെയിമുകളുണ്ട്, ആൽബം സോങ്സ്, ഷോർട്ട് ഫിലിംസ്, സിനിമകൾ എന്നിങ്ങനെയുള്ള എല്ലാ മേഖലയിലും സംസ്കൃതം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മൊബൈലിൽ അല്ലെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്നു, അല്ലേ, അതിൻ്റെ സെർച്ച് എഞ്ചിൻ പോലും ഒരു സംസ്കൃതത്തിൻ്റെ സ്ട്രക്ചർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് സംസ്കൃതം വളരെ ഉപകാരപ്രദമാണ്, അല്ലേ. ഇത്തരത്തിൽ നിരവധി ജോലി സാധ്യതകൾ, ഇപ്പം മേൽപ്പറഞ്ഞ രംഗങ്ങളിലൊക്കെ സംസ്കൃതം പഠിച്ചവർക്ക് ഒരുപാട് ജോലി സാധ്യതകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളിൽ പലരും നല്ല മാർക്ക് വാങ്ങാം, 10 A+ വാങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും സംസ്കൃതം എടുത്ത് പഠിക്കുന്നുണ്ടാവുക, അല്ലേ. പക്ഷെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു വലിയ എക്സ്പ്ലോറിങ് ഫീൽഡിലേക്കുള്ള ഒരു വലിയ കാൽവെപ്പ് തന്നെയാണ്. നമ്മളൊക്കെ ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലേ, ഷാജിയേട്ടാ നമ്മളൊക്കെ അധോലോകമായല്ലോ എന്നൊക്കെ. അതുപോലെ നമ്മളൊക്കെ ഒരു വിശാലമായ ചിന്താധാരയുടെ അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഒരു വലിയ ആശയ സങ്കല്പത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ്. ഇപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, ഉദ്ധരിച്ചതുപോലെ, ഉത്തിഷ്ഠത ജാഗ്രത വരാൻ പ്രാപ്യ നിബോധത, അല്ലേ. നിങ്ങൾക്ക് സമീപിക്കാനും സംശയങ്ങൾ ചോദിക്കാനും നിങ്ങളെ ഉദ്ബോധിപ്പിക്കാനും ഒക്കെ ശ്രീരാമകൃഷ്ണയിൽ ഒരുപാട് നല്ല അധ്യാപകരുണ്ട്, അല്ലേ. പരിശ്രമസ്തു സംഘസ്യ പരിവർത്തസ്യ പ്രാമുഖം. കൂട്ടായ പരിശ്രമം മാറ്റത്തിൻ്റെ മുന്നോടിയാണ്. ഇപ്പം നമ്മുടെ ഒരു കൂട്ടായ്മയാണ് സംസ്കൃതം കൗൺസിൽ. സംസ്കൃതം കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഓൺലൈൻ പഠനകാലമാണ്, അല്ലേ. 4 ചുമരുകൾക്കുള്ളിൽ അധ്യാപകർ പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ മാത്രം വിശ്വസിച്ച് പഠിക്കുന്നൊരു കാലമല്ല. ആ രീതികളൊക്കെ മാറി, അല്ലേ. പഠിപ്പിൻ്റെ ഉറവിടങ്ങൾ ഇപ്പോൾ അനന്തമാണ്. എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുക. ഒപ്പം സംസ്കൃത ഭാഷയുടെ നിസ്സീമമായ അറിവിൻ്റെ ഖനി കണ്ടെത്തുക. ഇനിയും കണ്ടെത്തപ്പെടാനിരിക്കുന്ന അദ്ഭുത ലോകങ്ങളുടെ സൃഷ്ടാക്കളാവാനായിട്ട് സംസ്കൃതം പഠിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി. സംസ്കൃത അധ്യാപകः ചലച്ചിത്ര അഭിനേത പ്രസാദ് മാസ്റ്റർ ആശംസാ വചനാനി സമർപ്പയതി. പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം. നിങ്ങളുടെ സംസ്കൃത ക്ലബിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം ഞാൻ ആദ്യമായിട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട സുധീർ മാഷിൻ്റെ, ഞങ്ങളുടെയൊക്കെ എല്ലാ സംസ്കൃത അധ്യാപകരുടെയും എല്ലാവരുടെയും പ്രിയപ്പെട്ട സുധീർ മാഷിൻ്റെ കുട്ടികളോടൊപ്പം കുറച്ചു നേരം പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതാദ്യമായിട്ട് തന്നെ നിങ്ങളോട് പറയട്ടെ. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു സംസ്കൃത അധ്യാപകനാണ്. നിങ്ങൾ സംസ്കൃത ഭാഷ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളാണ്. നമുക്കൊക്കെ ഈ സംസ്കൃത ഭാഷയിലൂടെ കുറേ കാര്യങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ചെയ്യാനുണ്ട്, നിങ്ങൾക്കും ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സംസ്കൃത ഭാഷ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കുറേശ്ശെ മനസ്സിലാവാൻ പറ്റിയേ, ഈ ലോകത്തിൽ ഇന്ന് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഇന്ന് കാണുന്ന പല വിഷയങ്ങളും, എല്ലാ വിഷയങ്ങളെന്നും പറയാം, ഈ സംസ്കൃത ഭാഷയിലൂടെ സംവദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സംസ്കൃത ഭാഷയിലൂടെ പറഞ്ഞിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കും പഴക്കമുള്ളൊരു ഭാഷയാണ് സംസ്കൃത ഭാഷ. ഈ സംസ്കൃത ഭാഷയിലൂടെ
ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഇന്ന് ഇവിടെ നിലവിലുള്ള ഈ ഭൂമിയിൽ നിലവിലുള്ള സകലമാന ശാസ്ത്രങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പോൾ ആ ഭാഷ പഠിക്കുകയും ചെയ്യുക, ഈ ഭാഷയുടെ പ്രാധാന്യവും ഈ ഭാഷയുടെ ഗുണവും ഈ ഭാഷയുടെ ആവശ്യകതയും വരും തലമുറയിലേക്ക് ഭംഗിയായിട്ട് കൈമാറുക എന്ന ഉത്തരവാദിത്വവും എനിക്കുമുണ്ട്, നിങ്ങൾക്കും എല്ലാവർക്കുമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സംഘടന അല്ലെങ്കിൽ ഈ സംസ്കൃതം ക്ലബ്ബ് പോലുള്ള ക്ലബിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ സ്കൂളിന് വേണ്ടിയിട്ടും ഈ നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടിയിട്ടും സംസ്കൃതത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സ്കൂളിൽ ഈ സംസ്കൃതം ക്ലബ്ബ് തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു നല്ല സന്ദേശമോ എന്തെങ്കിലും നല്ലൊരു പ്രവൃത്തിയോ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നിങ്ങൾ സംസ്കൃത ഭാഷ പഠിക്കുന്നവരാണ്. അതുപോലെ തന്നെ സംസ്കൃതത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സുധീർ മാഷ് നിങ്ങളുടെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ടാവും. അത് തന്നെയേ എനിക്കും പറയാനുണ്ടാവുള്ളൂ. കാരണം ഇന്ന് നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രങ്ങൾ കുറേയുണ്ട്. ഗണിതം, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, സോഷ്യൽ സയൻസ് പോലുള്ള സകലമാന കുറേ വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം തന്നെ സംസ്കൃത ഭാഷയിലൂടെ ചർച്ച ചെയ്ത് അവതരിപ്പിച്ച വിഷയങ്ങളാണ്. ഇതൊക്കെ സംസ്കൃത ഭാഷയിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്. പലതും നമ്മുടെ കയ്യിൽ നിന്ന് ലഭ്യമല്ല. പലതും നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. സംസ്കൃത ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് കേവലം ഭാഷ പഠിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമല്ല. ഈ ഭാഷയിലൂടെ സംസ്കൃത ഭാഷയിലൂടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ, സംസ്കൃത ഭാഷയിലൂടെ കൈമാറി തന്ന വിഷയങ്ങൾ കൂടി പഠിക്കുക എന്നുള്ളതാണ് സംസ്കൃത ഭാഷ പഠിക്കുന്നതിൻ്റെ ഗുണം. നിങ്ങൾക്കെല്ലാവർക്കും ഒന്നറിയാം, ഇപ്പോൾ ഇൻ്റർനാഷണൽ യോഗ ഡേ ഇപ്പോൾ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ, എല്ലാ ലോകത്തിലും അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നു. യോഗാ ദിനം ആചരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, യോഗ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഒരു സംഭാവനയാണ് ലോകത്തിന്. ആ യോഗ എന്ന് പറയുന്നത് ഏത് ഭാഷയിലൂടെയാണ് ചർച്ച ചെയ്തത്, അല്ലെങ്കിൽ ഏത് ഭാഷയിലൂടെയാണ് നമുക്ക് കൈമാറി തന്നത്? സംസ്കൃതം എന്ന ഭാഷയിലൂടെയാണ്. അപ്പോൾ സംസ്കൃത ഭാഷ പഠിച്ചിട്ട് യോഗ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ്, കൈകാര്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവൻ ലോകത്തിൻ്റെ മാസ്റ്ററായിട്ട് മാറും. അതാണ് സംസ്കൃത ഭാഷ പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഇതുപോലെ ഓരോ വിഷയങ്ങൾ, ഗണിതമാണെങ്കിലും മറ്റുള്ള ശാസ്ത്രങ്ങളാണെങ്കിലും സോഷ്യൽ സയൻസ് ആണെങ്കിലും ഒക്കെ ഇത് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം. നിങ്ങളൊരു ഡോക്ടറാവുകയാണെന്ന് വിചാരിക്കുക. ഡോക്ടറാവുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു സാമാന്യ ധാരണ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ സംസ്കൃതം പഠിച്ച ഒരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മേഖലയിൽ ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. ഈ സംസ്കൃത ഭാഷയിലൂടെ ഇന്ന് പഠിക്കുന്ന ആധുനിക ശാസ്ത്രത്തിന് പലതും നേടുവാനുണ്ട്. നിങ്ങളൊരു എൻജിനീയർ ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ എൻജിനീയർ ആവാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. സംസ്കൃത ഭാഷ പഠിച്ച ഒരു എൻജിനീയർ ആണെന്നുണ്ടെങ്കിൽ ഈ സംസ്കൃത ഭാഷയിലൂടെ കൈമാറി തന്ന ശാസ്ത്രങ്ങൾ കൂടി നിങ്ങളത് മനസ്സിലാക്കുവാൻ പറ്റും. അത് നിങ്ങളുടെ ഈ എൻജിനീയറിംഗ് പ്രവൃത്തിയിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഇങ്ങനെ ഓരോ മേഖലയിലും നല്ലൊരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ, ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ, സംസ്കൃതം അറിഞ്ഞ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, ഏറ്റവും ടോപ്പാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്, ആള് സംസ്കൃതത്തിലെ പൂലിയായിരുന്നു, സംസ്കൃതം നന്നായിട്ട് പഠിച്ച വ്യക്തിയായിരുന്നു. ഇതുപോലെ പല രാഷ്ട്രതന്ത്രജ്ഞന്മാരെയും, ഇപ്പോൾ കണ്ട രാഷ്ട്രതന്ത്രജ്ഞന്മാരെയും സംസ്കൃതം പഠിച്ചു കഴിഞ്ഞാൽ, സംസ്കൃതം പഠിച്ച രാഷ്ട്രീയം പൊളിറ്റീഷ്യനാണെന്നുണ്ടെങ്കിൽ
അവന് ഈ ലോകത്തിന് വേണ്ടി പല സംഭാവനകളും ചെയ്യാൻ സാധിക്കും. ഇനി സാഹിത്യ മേഖലയിൽ, കലാമേഖലയിൽ സംസ്കൃതത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വിഷയങ്ങളായിരിക്കും ഇത്. ഏത് ലോകത്തിൽ ചെന്ന് കഴിഞ്ഞാലും, ഏത് രാജ്യത്തിൽ ചെന്ന് കഴിഞ്ഞാലും, ഏത് കലാസ്നേഹികളും സാഹിത്യ ശാസ്ത്രങ്ങളെ, കാവ്യശാസ്ത്രങ്ങളെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കലാകാരനാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥ കലാകാരനാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാട്യശാസ്ത്രം പോലുള്ള സംസ്കൃത ഗ്രന്ഥങ്ങൾ പഠിക്കാതിരിക്കില്ല. ഭരതമുനിയെക്കുറിച്ച് അറിയാതിരിക്കില്ല. കാരണം ഒരു നാട്യത്തിൻ്റെ സകല കാര്യങ്ങളും ശാസ്ത്രീയമായി മനോഹരമായി അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം. ഈ നാട്യശാസ്ത്രത്തെ ആധാരമാക്കിയിട്ടാണ് പല കലാ രംഗങ്ങളും വളർന്നു വന്നിട്ടുള്ളത്. ഭരതനാട്യം പഠിക്കുന്ന കുട്ടികളിപ്പോൾ നിങ്ങൾ ഉണ്ടാവും ഇവിടെ. മോഹിനിയാട്ടം പഠിക്കുന്ന കുട്ടികളുണ്ടാവാം, കഥകളി പഠിക്കുന്ന കുട്ടികളുണ്ടാവാം, സംഗീതം പഠിക്കുന്ന കുട്ടികളുണ്ടാവാം. ഇവർക്കൊക്കെ നാട്യശാസ്ത്രം പഠിക്കാതിരിക്കാൻ പറ്റില്ല. നാട്യശാസ്ത്രം അറിഞ്ഞ ഒരു കലാകാരൻ ലോകത്തിന് വളരെ മുതൽക്കൂട്ടാണ്. ഇതൊക്കെ വേണമെങ്കിൽ എന്ത് വേണം? സംസ്കൃത ഭാഷ വേണം. ഇതുപോലെ നാടകങ്ങൾ ഇന്ന് പല തരത്തിൽ പല ഭാഷകളിൽ നാടകമുണ്ട്. മലയാള നാടകങ്ങളുണ്ട്, ഇംഗ്ലീഷ് നാടകങ്ങളുണ്ട്, എല്ലാ ഭാഷയിലും നാടകങ്ങളുണ്ട്. സംസ്കൃത നാടകങ്ങളുണ്ട്. ഞാൻ സംസ്കൃത നാടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രവർത്തിക്കാനൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ച് സംസ്കൃത നാടകങ്ങളൊക്കെ എൻ്റെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ സംസ്കൃത നാടകങ്ങൾ ചെയ്യുന്നു ഞാൻ. മറ്റുള്ള ഭാഷാ നാടകകർത്താക്കളുമായിട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ ഞാൻ പുസ്തകങ്ങളിലൂടെയൊക്കെ വായിക്കാറുണ്ട്, വിദേശ നാടകകർത്താക്കളുടെ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് മനസ്സിലായ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊക്കെ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ ഭരതമുനി നാട്യശാസ്ത്രം, അതുപോലെ തന്നെ കാളിദാസൻ്റെ നാടകങ്ങൾ, അതുപോലെ തന്നെ ഭാസൻ്റെ നാടകങ്ങൾ, ഇതൊക്കെ ഈ കാളിദാസൻ്റെ ഭാസൻ്റെ നാടകങ്ങൾ അവരിന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അവർ അതിനെക്കുറിച്ചിട്ട് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലെന്താണ് പറഞ്ഞിരിക്കേണ്ടത്, അതിലെങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, ഓരോ രസങ്ങളും എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അവരിന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം അപ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. നമ്മളൊക്കെ അപ്പോൾ തോന്നുകയാണ്, നമ്മളൊക്കെ ഇവിടെ അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് തോന്നുക. പക്ഷേ യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ ഇന്ന് ഇതിനെക്കുറിച്ചിട്ടാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സാഹിത്യകാരന്മാരും സംസ്കൃത ഭാഷയെ പഠിക്കാൻ തയ്യാറാവുകയാണ്. അപ്പോൾ ഈ മഹത്തായിട്ടുള്ളൊരു ഭാഷ പഠിക്കുവാനും ഈ ഭാഷ വരും തലമുറയ്ക്ക് കൈമാറുവാനും ഈ ഭാഷയുടെ പ്രവർത്തനങ്ങൾ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുവാനും വേണ്ടി പ്രയത്നിക്കുന്ന ഈ സംസ്കൃതം ക്ലബിന്, സുധീർ മാഷിൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. പ്രധാനാധ്യാപകः മധുമാസ്റ്റർ ആശംസാ വചനാനി സമർപ്പയതി. എല്ലാവർക്കും നമസ്കാരം. രാമശംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 21-22 വർഷത്തെ സംസ്കൃതം കൗൺസിൽ അഥവാ സംസ്കൃതം ക്ലബ്ബ് ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ പരമഹംസം എന്ന പേരിൽ പ്രവർത്തിച്ചു വരുന്ന സംസ്കൃതം ക്ലബിന് എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധത്തിലുള്ള വിജയവും നേരുന്നു. നന്ദി, നമസ്കാരം. അനന്തരം കലാസ്പർദ്ധാः യദുമോഹൻ ഹരിഹരൻ. നമസ്തേ. സാദരം സമീഹതാം വന്ദനാ വിധീയതാം
ശ്രദ്ധയാം സ്വമാതൃഭു സമർച്ചനം വിധീയത ആപദോ ഭവന്തു വ വിദ്യതോ ലസന്തു വ ആയുധാനി ഭൂരിശോഭി മസ്തകേ പതന്തു വ ധീരതാ നഹീയതാം വീരതാ വിധീയതാം നിർഭയേന ചേതസ പഥം പുരോ നിധീയതാം സാദരം സമീഹതാം വന്ദനാ വിധീയതാം ശ്രദ്ധയാം സ്വമാതൃഭു സമർച്ചനം വിധീയത പ്രാണദായിനി മൃദ ത്രാണദായിനി സദ ഇയം സുദപ്രദായിനി ശക്തിമുക്തിഭക്തിദ ഏതദീയ വന്ദനെ സേവനെ അഭിനന്ദനെ സ്വാഭിമാനമാത്മനോ ജീവന പ്രതീയത സാദരം സമീഹതാം വന്ദനാ വിധീയതാം ശ്രദ്ധയാം സ്വമാതൃഭു സമർച്ചനം വിധീയത. ധന്യവാദ. सर्वेषां मम विनीतप्रणामः. अहम् अत्र स्वच्छ भारत अभियानम् इति विषयम् अधिकृत्य एकं प्रभाषणं करोमि. स्वच्छ भारत अभियानं भारतगणराज्यस्य प्रधानमन्त्रिणा नरेन्द्रमोदी महाभागेन उद्घोषितम्. 14,2000 तमस्य वर्षस्य अक्टोबर् मासस्य 2 दिनाङ्के स्वच्छ भारत अभियानस्य आरम्भः अभवत्. 2 अक्टोबर् दिनाङ्के भारतगणराज्यस्य पूर्वप्रधानमन्त्रिणा लाल बहादुर शास्त्री महोदयस्य राष्ट्रपितुः महात्मनः च जन्मदिवसत्वेन आभारतम् उत्सवः आचर्यते. तयोः महापुरुषयोः संस्मरणार्थं 2 अक्टोबर् दिने तस्य स्वच्छ भारत अभियानस्य आरम्भः अभवत्. 14,2000 तमस्य वर्षस्य अगस्ट् मासस्य 15 दिनाङ्के भारतगणराज्यस्य प्रधानमन्त्रिणा नरेन्द्रमोदी महाभागेन उद्घोषणा कृता आसीत् यत् स्वच्छ भारत अभियानं 2 अक्टोबर् दिनाङ्कात् महात्मजयन्ती पर्वदिनात् आरप्स्यते इति. 14,2000 तमस्य वर्षस्य अक्टोबर् मासस्य 2 दिनाङ्के नवदिल्ली महानगरस्थे राजघाटे प्रधानमन्त्री नरेन्द्र मोदी भारतं न्यवेदयत् सर्वे स्वच्छ भारत अभियाने योगदानं यच्छन्तु इति. तस्मिन् दिने स्वयं प्रधानमन्त्री नरेन्द्र मोदी स्वहस्ते मार्जनीं धृत्वा नवदिल्ली महानगरस्थे मन्दिरमार्गे स्वच्छकार्यं प्रारभत. वर्तमान भारतदेशः आधुनिकः देशः इति आविश्वं चर्चा अस्ति. सः देशः चन्द्रयानं निर्माय चन्द्रारोहणं कृतवान्. परन्तु अद्यापि तस्य देशस्य नागरिकाः अनावृष्टिस्थले शौचं कुर्वन्ति. यत्र कुत्रापि अवकरं प्रक्षिपन्ति. तेषु अधिकाः जनाः ग्रामवासिनः सन्ति. वृक्षावरणेषु कृषिक्षेत्रेषु मार्गस्य समीपं च अधिकाः जनाः शौचं कुर्वन्ति. तेन अनेकाः समस्याः समुत्पद्यन्ते. बालकानाम् अकालमृत्युः, संक्रमणयुक्तानां रोगाणां विस्तारः, शौचस्थानं जलविहीनम् एव भवति इत्यादयः अनेकाः समस्याः सन्ति. तासां समस्यानां निवारणं भवेत्. अतः स्वच्छ भारत अभियानस्य परिकल्पना समुद्भूता. उक्तस्य उद्देश्यस्य पूर्ते एव अभियानस्य आरम्भः अभवत्. परन्तु अनेन सह अन्यानि कारणानि अपि सम्मिलितानि आसन्. 19,2000 तमस्य वर्षस्य अक्टोबर् मासस्य 2 दिनाङ्के महात्मना 50,000 तमां जन्मजयन्ती अस्ति. यतो हि महात्मनः प्रथमेषु कार्येषु स्वच्छताकार्यम् अपि अन्यतमम् आसीत्. अतः तस्य 50,000 तमायाः जन्मशताब्द्याः दिने महात्मना ईप्सितं स्वच्छं भारतं तस्मै समर्पयामः इति अस्य अभियानस्य अपर उद्देशः वर्तते. एतत् अभियानं 6 वर्षात्मकम् अस्ति. स्वच्छ भारत अभियानं भारतगणराज्यस्य सर्वकारेण सञ्चालितम् अभियानम् अस्ति. धन्यवादः. जयतु भारतं, जयतु संस्कृतम्. കൃതജ്ഞത. ലെവീന ടീച്ചർ, സംസ്കൃത അധ്യാപിക, രാമകൃഷ്ണ മിഷൻ സ്കൂൾ. सर्वेषां नमस्कारः. रामकृष्ण मिशन विद्यालयस्य संस्कृत कौन्सिल् उद्घाटन समारोहे अध्यक्षपदं स्वीकृत्य
संस्कृतभाषायाः महत्त्वम् उक्तवन्तं श्रीमद् नरसिंहानन्द महाराजम् अहं धन्यवादं समर्पयामि। आशंसाभाषणं कृतवन्तः अस्माकं प्रधानाध्यापकः मधु के महोदय अहं धन्यवादं समर्पयामि। उद्घाटनार्थम् आगतं प्रशस्त अभिनेतारं निबिन् उन्नी महोदयस्य कृते धन्यवादं व्याहरामि। मुख्यभाषकः डॉक्टर निधीश महोदयं प्रति धन्यवादं समर्पयामि। आशंसा प्रभाषकः प्रसाद महोदयं धन्यवादं समर्पयामि। समारोहे आगतवन्तानां सर्वेषां कृते धन्यवादम् उक्त्वा विरमामि। जयतु संस्कृतं, जयतु भारतम्।